അഡാപ്റ്റേഷനിൽ നമുക്ക് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാബിറ്ററ്റിലും അനിമൽസ് അഥവാ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. സോ ആദ്യത്തെ അഡാപ്റ്റേഷൻ പറയുന്നത് ഡെസേർട്ട് അഡാപ്റ്റേഷനാണ്. സോ വരണ്ട പ്രദേശങ്ങളിൽ അതുപോലെ ഡെസേർട്ട് പോലത്തെ ആ ഒരു മരുഭൂമി പോലത്തെ പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഓർഗാനിസംസ് അഡാപ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ അതിൽ നമ്മൾ ആദ്യം ഒരു അനിമൽസിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത് കങ്കാരു റാറ്റ്. സോ കങ്കാരു റാറ്റ് എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് മാമലാണ്. അതെവിടെയാണ് കാണുന്നത്? നോർത്ത് അമേരിക്കൻ ഡെസേർട്ടുകളിൽ, നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന ഒരു മാമലാണ്, ഡെസേർട്ട് മാമലാണ് കങ്കാരു റാറ്റ്. കങ്കാരു റാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഡെസേർട്ടിലാണ് ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ഡെസേർട്ട് മോഡിഫിക്കേഷനും അല്ലെങ്കിൽ ഡെസേർട്ടിലുള്ള ആനിമൽസിൻ്റെയും അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെയും മോഡിഫിക്കേഷൻ തന്നെ ഒന്നുകിൽ അവരുടെ ബോഡിയിൽ നിന്ന് മാക്സിമം വാട്ടർ പോകുന്നത് തടയാൻ നോക്കും. സോ വാട്ടർ ലോസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ, ലോവർ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഒരു ഡ്രൈ ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ഡെസേർട്ട് ഹാബിറ്ററ്റുമായിട്ട് അവർ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇതിലേതെങ്കിലും രണ്ട് ഓപ്ഷനാണ്. സോ ഐദർ അവർ വാട്ടർ ലോസ് പരമാവധി തടയാൻ നോക്കും, അല്ലെങ്കിൽ ആ ഹാബിറ്ററ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. സോ ഡെസേർട്ട് അഡാപ്റ്റേഷനിൽ കാണുന്ന കങ്കാരു റാറ്റ്, അത് നമ്മുടെ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടുകളിൽ കാണുന്നതാണ് കങ്കാരു റാറ്റ്. അത് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ. സോ ഡെസേർട്ടിൽ സോഴ്സ് ഓഫ് വാട്ടർ വളരെ അവൈലബിലിറ്റി കുറവായിരിക്കും. സോ വാട്ടറിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ വാട്ടർ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ, അതിൻ്റെ ലഭ്യത, എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടറിൻ്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ വാട്ടർ റിക്വയർമെൻ്റ് ഒക്കെ ദേ മീറ്റ് ദെയർ വാട്ടർ റിക്വയർമെൻറ്റ് ത്രൂ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷൻ. സോ അവർക്ക് വേണ്ട വാട്ടർ അവർക്ക് കിട്ടുന്നത് അവരുടെ ബോഡിയിൽ തന്നെ ഫാറ്റ് ഓക്സിഡേഷനിലൂടെ. സോ ഇൻസൈഡ് ദ ബോഡി ഫാറ്റ്, ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിലൂടെയാണ് അവരവരുടെ വാട്ടർ റിക്വയർമെൻറ്റ് നടത്തുന്നത്. ബിക്കോസ് ഈ ഫാറ്റ് ഓക്സിഡേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് വാട്ടർ. ആ വാട്ടറാണ് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് അതിന് പറയും ഡിപ്പെൻഡ് ഓൺ മെറ്റബോളിക് വാട്ടർ. സോ ഫാറ്റ് ഓക്സിഡേഷനിൽ, ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റായ വാട്ടറാണ് അവരവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ അവർക്ക് ലഭ്യമല്ല. സോ അതുകൊണ്ട് അവർ എല്ലാ ആക്ടിവിറ്റീസും ഡിപ്പെൻഡ് അപ്പോൺ മെറ്റബോളിക് വാട്ടർ. ആ മെറ്റബോളിക് വാട്ടർ അവർക്ക് കിട്ടുന്നത് ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റായ വാട്ടറിലൂടെയാണ് അവരവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ ലഭ്യമല്ല. അതുമാത്രമല്ല അത് അവരുടേതായിട്ടുള്ള ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണ്. അവരുടെ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിലൂടെ കിട്ടുന്ന ബൈ പ്രോഡക്റ്റായ വാട്ടറാണ് അവരവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ ഇല്ലാണ്ട് ഈ കങ്കാരു റാറ്റിന് ബർത്ത് തൊട്ട് ഡെത്ത് വരെ ജീവിക്കാൻ സാധിക്കും. ബിക്കോസ് ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിൽ കിട്ടുന്ന ആ വാട്ടർ മാത്രം മതി അവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഒരു അവരുടെ അഡാപ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് ദേ ഹാവ് ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ് യൂറിൻ. സോ അവർക്ക് അവരുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ യൂറിൻ കോൺസെൻട്രേറ്റഡ് യൂറിനെയാണ് അവർ പാസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് യൂറിൻ. സോ അവരുടെ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സോളിഡ് യൂറിനെ എക്സ്ക്രീറ്റ് ചെയ്യാനാണ് അവർക്കുള്ള എബിലിറ്റി ഉണ്ട്. സോ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് ദേ നീഡ് മിനിമൽ വോളിയം ഓഫ് വാട്ടർ. സോ കങ്കാരു റാറ്റിന് മിനിമം വോളിയം ഓഫ് വാട്ടർ മതി. എന്തിനു വേണ്ടി? ടു റിമൂവ് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ്. സോ അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, മിനിമം എമൗണ്ട് ഓഫ് വാട്ടറേ അവർക്ക് ആവശ്യമുള്ളൂ. ബിക്കോസ് അവരുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് അഥവാ സോളിഡ് യൂറിനാണ്. സോ ഈ രണ്ട് ഫീച്ചേഴ്സുമാണ് നമ്മുടെ കങ്കാരു റാറ്റിനെ ആ ഡെസേർട്ടിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ കാണുന്ന കങ്കാരു റാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ അവൈലബിൾ അല്ല. സോ അവരുടെ ബോഡിയിലുള്ള ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിലെ കിട്ടുന്ന ബൈ പ്രോഡക്റ്റായ വാട്ടറാണ് അവരവരുടെ ബാക്കി എല്ലാ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ബർത്ത് തൊട്ട് ഡെത്ത് വരെ അവർക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് വാട്ടർ ഇല്ലാണ്ട് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ വേറൊരു അഡാപ്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് അവരുടെ യൂറിൻ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് അഥവാ സോളിഡ് യൂറിനാണ്. സോ അവർക്ക് എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് മിനിമം എമൗണ്ട് ഓഫ് വാട്ടറേ ആവശ്യമുള്ളൂ.
പോകുന്നത് മുഴുവൻ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും. സോ ഈ 2 ഫീച്ചേഴ്സാണ് ആ കങ്കാരു റാറ്റിനെ നോർത്ത് അമേരിക്കൻ ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തത് ഡെസേർട്ട് അഡാപ്റ്റേഷനിൽ പറയുന്നത് ക്യാമലിൻ്റെ കാര്യമാണ്. സോ ക്യാമൽ നമുക്കറിയാം ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്നാണ് പറയുക. സോ മരുഭൂമിയിലെ ആ കപ്പൽ എന്നാണ് നമ്മൾ ഈ ക്യാമലിനെ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നത്. സോ ക്യാമലിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഡ്രൈ സാൻഡി ഹാബിറ്ററ്റിലാണ് അതിൻ്റെ ഒരു അത് കൂടുതലായിട്ട് അതിന് കാണപ്പെടുന്ന സ്ഥലം, അതിൻ്റെ ഹാബിറ്ററ്റ് ഏതാണ്? ഡ്രൈ സാൻഡി ഹാബിറ്ററ്റിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യാമൽ. അതുപോലെ തന്നെ ക്യാമലിൻ്റെ വേറെ പ്രത്യേകത ഇറ്റ് ഈസ് ടോളറൻറ്റ് ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ദിയർ ബോഡി ടെമ്പറേച്ചർ. ക്യാമലിന് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്താലും അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് ക്യാമലിനുണ്ട്. അതുപോലെ തന്നെ ദേ ക്യാൻ മെയിൻറ്റെയിൻ ബ്ലഡ് സ്ട്രീം മോയ്സ്ചർ ഈവൻ ഡ്യൂറിങ് എക്സ്ട്രീം ഹീറ്റ് സ്ട്രെസ്. പുറത്ത് എത്ര ഹീറ്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും അവരുടെ ഇൻറ്റേർണൽ ബ്ലഡ് സ്ട്രീം മോയ്സ്ചറായിട്ട് കീപ്പ് ചെയ്യാനുള്ള കഴിവ് ക്യാമലിനുണ്ട്. സോ ഇതൊക്കെ ക്യാമലിൻ്റെ അഡാപ്റ്റീവ് ഫീച്ചേഴ്സാണ് ആ ഡെസേർട്ടിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ദേ ക്യാൻ ലൂസ് 25% ഓഫ് ദെയർ ബോഡി വെയ്റ്റ്. അവരുടെ ബോഡി വെയ്റ്റിൻ്റെ 25% അവർക്ക് ലൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അവരെ എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ആ വെയിറ്റ് ഒരു അബ്നോർമാലിറ്റി ഇല്ലാണ്ട് 25% അവരുടെ ബോഡി വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റും. എങ്ങനെയാണ്? ബൈ ലൂസിങ് വാട്ടർ ഫ്രം ദ ടിഷ്യൂവിൽ നിന്ന് വാട്ടർ കളഞ്ഞിട്ടാണ്, ബ്ലഡിൽ നിന്നല്ല ടിഷ്യൂവിൽ നിന്ന് വാട്ടറിനെ ലൂസ് ചെയ്തിട്ടാണ് അവരവരെ 25% ബോഡി വെയ്റ്റ് ഒരു അബ്നോർമാലിറ്റി ഇല്ലാണ്ട് റെഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമലിൻ്റെ ബോഡി ടെമ്പറേച്ചർ നൈറ്റ് ടൈമിൽ അത് ഡ്രോപ്പ് ചെയ്ത് കുറഞ്ഞ് 33.8 ആയിട്ട് നൈറ്റ് ടൈമിൽ റെഡ്യൂസ്ഡ് ആവുന്നു. അതുപോലെ തന്നെ ഡേ ടൈമിൽ ഈ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 40.6 വരെ ഉയരുന്നു. അതുപോലെ തന്നെ ഇവരും നമ്മൾ പറഞ്ഞ കങ്കാരു റാറ്റിനെ പോലെ തന്നെ ഇവർക്കും മെറ്റബോളിക് വാട്ടറാണ് ഇവർ യൂസ് ചെയ്യുന്നത്, അതായത് ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡേഷനിലൂടെ. സോ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റ് അതെവിടെയാണ് അവരുടെ ഫാറ്റ്? ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഹംപ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഹമ്പിലാണ് അവരുടെ അത് സ്റ്റോർ ചെയ്യണത്. സോ ആ ഹമ്പിൽ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഓക്സിഡൈസ് ചെയ്ത് മെറ്റബോളിക് വാട്ടറാണ് അവർ, ആ ബൈ പ്രോഡക്റ്റായ മെറ്റബോളിക് വാട്ടറാണ് അവരും യൂസ് ചെയ്യുന്നത്. സോ ക്യാമൽ ഡ്രൈ സാൻഡി ഹാബിറ്ററ്റിൽ കാണുന്നതാണ്. അതുപോലെ അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ എത്രത്തോളം ചേഞ്ച് ചെയ്താലും ഫ്ലക്ച്വേഷൻ ഉണ്ടായാലും അവർക്ക് അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ അവരുടെ ബ്ലഡ് സ്ട്രീം എപ്പോഴും മോയ്സ്ചറായിട്ട് ഇരിക്കും. കാരണം അവർക്ക് എക്സ്ട്രീം ഹീറ്റ് സ്ട്രെസ്, എത്രത്തോളം ഹീറ്റ് സ്ട്രെസ് ഉണ്ടെങ്കിലും അവരുടെ ബ്ലഡ് സ്ട്രീം മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് ഒരു എബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫീച്ചർ ഉണ്ട്. അതുപോലെ അവരുടെ 25% ബോഡി വെയ്റ്റ് അവർക്ക് കുറയ്ക്കാൻ പറ്റും ഒരു അബ്നോർമാലിറ്റി ഇല്ലാണ്ട്. ആ പോകുന്ന ആ വാട്ടർ അവർ ലൂസിങ് വാട്ടർ ഫ്രം ടിഷ്യൂസിൽ നിന്നാണ് വാട്ടർ പോകുന്നത്, ബ്ലഡിൽ നിന്നല്ല. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ 33.8 വരെ താഴാൻ തുടങ്ങുന്നു. അതേസമയം ഡേ ടൈമിൽ അവരുടെ ബോഡി ടെമ്പറേച്ചർ 40.6 വരെ ഉയരാനും തുടങ്ങുന്നു. അതുപോലെ അവർക്കും മെറ്റബോളിക് വാട്ടറാണ് അവർ ഈ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡൈസ്, ഈ ഫാറ്റ് അവർക്ക് ഹമ്പിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിലെ ഇൻറ്റേർണൽ ഫാറ്റ് ഓക്സിഡൈസ് ചെയ്ത് ആ ബൈ പ്രോഡക്റ്റായ മെറ്റബോളിക് വാട്ടർ തന്നെയാണ് ഇവരും യൂസ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ക്യാമലും. ഇത്രയും ഫീച്ചേഴ്സുകൾ നമ്മൾ ഈ പറഞ്ഞ ക്യാമലിനെയും അതുപോലെ തന്നെ കങ്കാരു റാറ്റിനെയൊക്കെ ആ പെർട്ടിക്കുലർ ഡെസേർട്ട് ഹാബിറ്ററ്റിൽ അവരെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്.